ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ബഹ്ജാസ് വ്ളോഗ്. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നതല്ലേ നിങ്ങളെ ശല്യപ്പെടുത്താൻ. ഈ ആഴ്ച വന്നില്ലല്ലോ അല്ലേ? കഴിഞ്ഞ ആഴ്ചയും വന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് വരാം കേട്ടോ. പുറത്ത് പോകുമ്പോഴല്ലേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുള്ളൂ. അതുകൊണ്ടാട്ടോ. പിന്നെ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നറിയോ? ഞങ്ങൾ പോയി മാവൂർ റോഡ് എത്തിയിട്ടോ. ഞങ്ങൾ കോഴിക്കോട് ലുലു മാളിലേക്കാട്ടോ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കുറേ ആയല്ലോ വീഡിയോ ഇട്ട് ഇവരൊക്കെ ശല്യപ്പെടുത്തിയിട്ട്, എന്നാൽ പിന്നെ ഒരു ശല്യപ്പെടുത്താമെന്ന്. ഈ പോകുന്ന വഴിക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ മേലേന്നേ നല്ല ലൈറ്റുകൾ വരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ വിചാരിക്കും എന്തത് അടിപൊളിയായിട്ടുണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതാ കണ്ടോ, നല്ല രസമല്ലേ അത്. ഇതിങ്ങനെ വീഡിയോ ഞാൻ പെട്ടെന്ന് പോകുന്ന വഴി എടുത്തോണ്ടാട്ടോ. ഇവിടെ ഇങ്ങനെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ വെളിച്ചം കാണാൻ ഒരു പ്രത്യേക സ്റ്റൈലാട്ടോ ഇത്. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് കാണുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടു വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പോവാട്ടോ. പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാതെ അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ലുലു മാളിലെത്തി. എത്തിയപ്പോഴോ ലുലു മാളിൽ ഇതാ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അവിടെ ഒരു എന്താ പറയുക, ഒരു എക്സിബിഷൻ പോലെ ചുരിദാർ മെറ്റീരിയൽസും റെഡിമെയ്ഡൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടോ, അതൊരു വേറൊരു സെക്ഷൻ തന്നെ അതാട്ടോ. ഫാൻസി, റെഡിമെയ്ഡ് അങ്ങനെയൊക്കെ നല്ല നല്ല ക്ലോത്തിൻ്റെ നല്ല ടോപ്പൊക്കെ കുർത്തീസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മളെ മമ്മൂക്കാണേ. വീഡിയോസൊക്കെ ഒന്നും ഇപ്പോഴൊന്നും കിട്ടൂല, റെഡിമെയ്ഡുള്ള ആളാണ്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ നടക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം പോവാം, അല്ലെങ്കിലും ഫുഡ് ഐറ്റംസിൻ്റെ അടുത്തേക്കാട്ടോ. അവിടുന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് വരുന്നതാണ് നമ്മുടെ ഒരു സ്വഭാവം. പക്ഷേ ഞാൻ ചിക്കൻ നൂഡിൽസ് വാങ്ങിയിട്ട് ഒട്ടും നല്ലതല്ല കേട്ടോ. ഇപ്പോഴും ഉണ്ട്, ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കേട്ടോ. കളയാനും വയ്യ, അത്രയും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ. അതിലുള്ള ചിക്കനൊക്കെ എന്തോ ഒരു ചൊയാട്ടോ, വ്യത്യാസം, എന്താ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് നൂഡിൽസൊക്കെ വെറുതെ വാങ്ങിയിട്ടോ, കഴിച്ചിട്ടേ ഇല്ല. എൻ്റെത് ഉമ്മച്ചിക്കും ഷൗക്കത്തേക്കും വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് കേട്ടോ. അത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ. അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഷൗക്കത്ത് എന്നെ അവിടെ നിന്ന് വിളിച്ച് കയറുന്നുണ്ട്, കണ്ടോ. ഇത് എനിക്ക് പറ്റിയ സാധനതാന്ന് പറഞ്ഞിട്ട്. അതെന്താ അറിയോ, ബീഫ് അടാണ് കേട്ടോ. ബീഫിൻ്റെ അട. നമുക്കെല്ലാവരും ബീഫിൻ്റെ ഒക്കെ ടേസ്റ്റ്, ഇതിനെന്താ അറിയാൻ. പച്ചക്കറി മീൻ മാത്രം കഴിക്കുന്ന ആളല്ലേ. ചിക്കനും ബീഫൊന്നും കഴിക്കാത്തവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതിൻ്റെ അടുത്തൊക്കെ പോയി നോക്കിയപ്പോൾ ഒരു മട്ടൻ കണ്ടപ്പോഴേ, ഒരു കുഞ്ഞ് ആട്ടുംകുട്ടീനെ അറുത്ത് വെച്ച് കണ്ടപ്പോൾ പാവം തോന്നിയിട്ട് നടക്കാട്ടോ ആൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. മറ്റൊരു വീഡിയോയുമായി പിന്നൊരു ദിവസം വരാം. ബായ്.